നമസ്കാരം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ ചിത്രം ശംഖാണ്, രണ്ടാമത്തെ ചിത്രം ആനയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ശംഖാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും അതിനാൽ ദുഃഖങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ അത് പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല. അല്പം കാലതാമസം നേരിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. നിരീക്ഷണ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. നിരീക്ഷണ പാഠവും ഉള്ളതിനാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളെയും ജീവിതത്തിൽ അനുകൂലമാക്കുവാനും ചില കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവെ നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. അത് പലർക്കും അറിയാവുന്നതായ കാര്യം കൂടിയാകുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുമോ എന്ന ചിന്തയാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്നവരോ പ്രവർത്തിക്കുവാൻ അല്പം പുറകോട്ട് പോകുന്നവരോ ആണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ദ്രോഹമല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ മറ്റുള്ളവരെ അല്പം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വര വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ പലപ്പോഴും വർദ്ധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പലപ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികൾ നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. കഠിനാധ്വാനം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. അല്പം ചിന്തിച്ച് പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വഴികൾ തെളിയും. പ്രധാനമായും അല്പം കാലതാമസം നേരിട്ടാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. മറ്റുള്ളവരോട് വളരെ അനുകമ്പ പ്രകടിപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് വളരെയധികം ഉപകാരങ്ങൾ ചെയ്ത് നൽകിയിട്ടുള്ളവരുമാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഈ സഹായം തിരികെ ലഭിക്കണം എന്നില്ല. തന്മൂലം വിഷമങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശാന്തരും വിശ്വസ്തരുമാണ് നിങ്ങൾ. പലപ്പോഴും ശാന്തതയോടെ പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിശ്വസ്തരായതിനാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും പല വ്യക്തികളും നിങ്ങളെ ഏൽപ്പിക്കുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല വാതിലുകൾ തുറക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശരിയായി തന്നെ ധനം വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. കഠിനാധ്വാനത്താൽ തന്നെ വിജയങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഈ കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ ആനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളിലും നിശ്ചയദാർഢ്യം ഉള്ളവരാണ് നിങ്ങൾ. ഉറച്ച മനസ്സ് നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുന്നു, അനുകൂലമാകുന്നില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ പോലും പല അവസരങ്ങളിലും അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും പ്രതീക്ഷകൾ പല കാര്യങ്ങളിലും കൈവിട്ടു പോകുന്നതായ അവസ്ഥ. എന്നാൽ ഏത് കാര്യവും എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാനും കാര്യങ്ങൾ അനുകൂലമാകുവാനും സഹായകരമായി തീരും. മത്സര ബുദ്ധി പല അവസരങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ലക്ഷ്യത്തോടെ തന്നെ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അല്പം കാലതാമസം നേരിട്ടാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. പല വ്യക്തികളും നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. എവിടെയും ശ്രദ്ധയോടെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ വന്നു ചേരുന്ന പല ദുഷ്കരമായ കാര്യങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ജീവിതത്തോട് വല്ലാത്ത അഭിനിവേശമുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സംസാരവും സാന്നിധ്യവും പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് പലപ്പോഴും നിരാശ പകരുന്നതായ കാര്യമാകുന്നു. അമിതമായ സംഘർഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾ സ്നേഹത്താൽ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്നവരാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ പലപ്പോഴും അത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സ്വീകരണം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അഥവാ അംഗീകാരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരുടെ ദുഃഖം സഹിക്കുവാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ വല്ലാതെ വേദനിക്കുന്നവരാണ് എന്ന് പറയാം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും പിടയുന്നതാകുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നവരാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആപത്തുകളിൽ അസാമാന്യമായ സാമർഥ്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നവരാണ്. അത് നിങ്ങൾക്ക് വിജയങ്ങൾ നേടിത്തരും. പരാജയങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഊർജം നൽകും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ഉന്നതമായ പദവി, ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ക്ലേശങ്ങൾ വന്നു ചേരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. അനാവശ്യമായ ചെലവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. പലപ്പോഴും നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം. അതിനാൽ പലപ്പോഴും പല വ്യക്തികളും ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയോ അല്ലെങ്കിൽ മനസ്സിൽ വയ്ക്കുന്നവരോ ആകാം. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്പമൊന്ന് ശ്രദ്ധിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു. ആരെയും അധികം വിശ്വസിക്കാത്തവരാണ് നിങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെ വിശ്വസിക്കുകയും തന്മൂലം ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ സംഭവിക്കാനുള്ള സാധ്യതകളോ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ നിങ്ങൾ ഒരാളെ വിശ്വസിക്കുകയാണ് എങ്കിൽ അവരെ ഒരിക്കലും വിടുന്നതല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അനുകൂലമായി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഏത് കാര്യവും ചെയ്ത് നൽകുന്നവരാണ്. അവർക്കൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്.
അത്തരത്തിൽ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരും മനഃശുദ്ധിയുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും.